കൊച്ചി ഇപ്പോഴും ശാന്തമായിട്ട് തന്നെ ഇരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവരിലുള്ള ഒരു സൗഹൃദം തന്നെ. അത് കൊച്ചി സംബന്ധിച്ച് നല്ലൊരു കാര്യമാണെങ്കിൽ പോലും ഈ രാഷ്ട്രീയപരമായിട്ട് അതിൽ ചില പ്രശ്നങ്ങൾ ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കച്ചവടം നടക്കുന്നുണ്ട്. ആ കച്ചവടത്തിൽ ഇവരെല്ലാം തുല്യ പങ്കാളിത്തം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ 2.25 കോടിക്കുള്ള നവീകരണം അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് താങ്കൾ വിശ്വസിക്കുന്നത്. ഈ ടൗൺ ഉദ്ഘാടനം ഒരു വിവാദമായി മാറിയിരുന്നല്ലോ. ഉദ്ഘാടനം നടന്നില്ല, ഔദ്യോഗിക ഉദ്ഘാടനം തന്നെ ഒരു വിവാദമായി മാറുന്ന സാഹചര്യം. കൊച്ചി മുനിസിപ്പാലിറ്റിയുടെ അവര് ഉണ്ടാക്കിയെടുത്ത ഒരു കൊച്ചി കോളേജ്, ഒരു ടൗൺ ഹാൾ, പഴയ കാലത്തുള്ള ഒരു ആർബർ കാലത്തിന് ഇപ്പൊ കൊച്ചിയിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഈ 3 ഇവര് ഈ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൊച്ചിയെ അവഗണിക്കണം. പുറത്തുനിന്ന് ആരും വന്നിട്ടല്ല, നമ്മുടെ ഇവിടെ ഉള്ള നേതാക്കന്മാരുടെ അവരെ ഒത്തുകളിക്കാനാണ്, അല്ലെങ്കിൽ അവര് നിഷ്ക്രിയമാണ്. അവിടെ ഒപ്പിക്ക് 1.5 കോടി രൂപ, ഇവിടെയും 1.5 കോടി. ഇവിടുത്തെ പിന്നെ കരുവിൽപ്പടിയിൽ കിടത്തി ചികിത്സ 5-6 പേർക്കെങ്കിലും കിട്ടണം. അവിടെ അതുപോലുമില്ല. രാത്രി ആയി കഴിഞ്ഞാൽ പറ്റുമെന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇവരെല്ലാവരും ലക്ഷങ്ങളുടെ സാലറി വാങ്ങിച്ചിട്ട് ആ കായൽക്കാറ്റിൽ കൊണ്ടുപോയി ആ ഭാഗത്തൊരു MLA ഉണ്ട്. പക്ഷെ ആ MLA പരാമർശിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ളൊരു നിലപാട് കൊച്ചിയിലൊരു ചലനമുണ്ട്. ഈ ഒരു സാധനം തൃപ്പൂണിത്തുറ മണ്ഡലത്തിലില്ല. ഈ കൊച്ചി MLA നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ജനകീയമായിട്ടുള്ള പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ കൊച്ചി നിയോജക മണ്ഡലത്തിലുള്ള ഒരു നേതൃത്വവും നേതാക്കളും ഈ പള്ളിക്ക് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ പേര് പോലും പറയാൻ. ഈ കിടക്കുന്നവരാരുടെ അടുത്ത് ആരും ചെല്ലില്ലല്ലോ.